ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ, പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, സിറ്റാഡൽ റെസിഡൻഷ്യൽ സ്കൂൾ റാന്നി, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരതായി ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാലത്തറ ഫാഷൻ ജുവലേഴ്സ് പുനലൂർ, ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തൊഴിക്കോട് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. പകരം വയ്ക്കാനാവാത്ത പരിശുദ്ധിയുമായി വിജയകൃഷ്ണ ജ്വല്ലേഴ്സ് പത്തനാപുരത്ത്. പാരമ്പര്യത്തിന്റെയും പുതുമയുടെയും വിസ്മയമൊരുക്കി ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം നിങ്ങൾക്കായി സമർപ്പിക്കാൻ ഞാൻ എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മറക്കല്ലേ, ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മന ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കും. മാച്ചിംഗ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ആറ്റിക്സ് ഡാസ്ലർ, മാബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്, പുനലൂർ. മലയോര ജില്ലയായ പത്തനംതിട്ടയിൽ വിദ്യാഭ്യാസ രംഗത്ത് വിജയമുദ്ര പതിപ്പിച്ചുകൊണ്ട് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിൽ ടഡൽ റെസിഡൻഷ്യൽ സ്കൂൾ മികച്ച പ്രവർത്തനങ്ങളിലേക്ക്. LKG മുതൽ +2 വരെ എല്ലാ ക്ലാസുകളിലും ICR ക്രമീകരണം സജ്ജമാക്കിയിരിക്കുന്നു. ഹൈടെക് ഡിജിറ്റലൈസ്ഡ് ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബുകൾ. പാലാ ബ്രില്യൻസ് സെന്ററിന്റെ നേതൃത്വത്തിൽ എൻട്രൻസ് ക്ലാസുകൾ സിറ്റഡലിൽ നടത്തപ്പെടുന്നു. ആൺകുട്ടികൾക്കായുള്ള സിറ്റഡൽ സാന്റ് ജൂഡ് ഹോസ്റ്റൽ, പെൺകുട്ടികൾക്കായി സിസ്റ്റേഴ്സിന്റെ മേൽനോട്ടത്തിലുള്ള സെന്റ് ജോൺസ് ഹോസ്റ്റൽ സിറ്റഡൽ. എല്ലാ സ്ഥലങ്ങളിലേക്കും സ്കൂൾ ബസ്സുകൾ ക്രമീകരിച്ചു. സിറ്റഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, റാന്നി. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെയായിരുന്നു ഹർത്താൽ. ഇടതുപക്ഷ സംയുക്ത കർഷക സമിതി, കേരള പ്രദേശ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ്, മോട്ടോർ തൊഴിലാളി സംയുക്ത സമരസമിതി എന്നീ സംഘടനകളാണ് ബുധനാഴ്ച ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. റബ്ബർ വില ഇടിവ് ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്കെതിരെയാണ് ഇടതുപക്ഷ സംയുക്ത കർഷക സമിതി ഹർത്താൽ നടത്തിയത്. മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ട് കേരള പ്രദേശ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഹർത്താൽ ആചരിച്ചപ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിരക്ക് കുത്തനെ ഉയർത്തിയതിൽ പ്രതിഷേധിച്ചാണ് മോട്ടോർ തൊഴിലാളി സംയുക്ത സമരസമിതി ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. പുനലൂരിലും ഹർത്താൽ പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞു തന്നെ കിടന്നു. സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ നിരത്തിലിറങ്ങിയില്ല. KSRTCയും പ്രൈവറ്റ് ബസ്സുകളും സർവീസ് നടത്തിയില്ല. സർക്കാർ ഓഫീസുകളും അടഞ്ഞു തന്നെ കിടന്നു. എന്നാൽ നഗരത്തിലെ ചില മെഡിക്കൽ ഷോപ്പുകൾ തുറന്നു പ്രവർത്തിച്ചു. അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ മിക്ക ജംഗ്ഷനുകളിലും പോലീസിനെ വിന്യസിച്ചിരുന്നു. ഹർത്താൽ വിവരമറിയാതെ KSRTC ബസ് സ്റ്റേഷനിലും മറ്റും വന്നുപെട്ടവരാണ് ഏറെ വലഞ്ഞത്. വൈകിട്ട് 6 മണിക്ക് ശേഷം ചില ബസ്സുകൾ മാത്രം സർവീസ് നടത്തി. അതേസമയം ചുരുക്കം ചില കടകൾ മാത്രമാണ് നഗരത്തിൽ ഹർത്താലിന് ശേഷം തുറന്നു പ്രവർത്തിച്ചത്. ലൈവ് വാർത്ത, പുനലൂർ.
ഹർത്താലിനോടനുബന്ധിച്ച് ഇടതുപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗവും പ്രകടനവും സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ചൊവ്വാഴ്ച നടന്ന ഹർത്താലിനോടനുബന്ധിച്ച് ഇടതുപക്ഷ സംയുക്ത കർഷക സമിതിയും മോട്ടോർ തൊഴിലാളികളും പുനലൂരിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്തു. സ്ത്രീലമ്പടന്മാരായിട്ടുള്ള മന്ത്രിമാർ ഇവരെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിൽ സംശുദ്ധമായ ഭരണമുണ്ടാകുന്നവരെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കർഷക പ്രസ്ഥാനങ്ങളും സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. നമ്മുടെ സംസ്ഥാനത്ത് റബ്ബർ മേഖലയിൽ കഴിഞ്ഞ 3 വർഷക്കാലമായി ഉണ്ടായിട്ടുള്ള റബ്ബറിന്റെ വിലത്തകർച്ചയ്ക്ക് ഉത്തരവാദികളാര്? ആ വിലത്തകർച്ച പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും പ്രവർത്തനം. ഭൂമി ഏറ്റെടുക്കൽ ബില്ലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഗവൺമെന്റ് കൊണ്ടുവന്ന എല്ലാ പരിഷ്കാരങ്ങളെയും പിന്തള്ളിക്കൊണ്ട് അങ്ങേയറ്റം ഏത് സമ്പന്നനും ആവശ്യമായ ഭൂമി ഉപാധികളില്ലാതെ ഏറ്റെടുത്തു കൊടുക്കാൻ ഗവൺമെന്റിനെ പ്രാപ്തമാക്കുന്ന നിയമപരിഷ്കാരം ഇനി നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കുകയാണ്. ഇന്ന് രാജ്യവ്യാപകമായി, കേരളത്തിൽ മാത്രമല്ല രാജ്യവ്യാപകമായി കൃഷിക്കാരും പാവപ്പെട്ട ആളുകളും ഇതിനെതിരായിട്ടുള്ള പോരാട്ടത്തിലാണ്. കേരള കോൺഗ്രസ് എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ ധർമ്മരാജൻ അധ്യക്ഷത വഹിച്ചു. ഇടതു നേതാക്കളായ MA രാജഗോപാൽ, VP ഉണ്ണികൃഷ്ണൻ, മോഹൻദാസ്, ടൈറ്റസ് സെബാസ്റ്റ്യൻ, NP ജോൺ, അഡ്വക്കേറ്റ് PA അനസ്, അഡ്വക്കേറ്റ് P സജി, J ഡേവിഡ്, R ഗുരുദാസ്, S ബിജു, AR കുഞ്ഞുമോൻ, G രഞ്ജിത്ത്, GG K ബാബു, R സുഗതൻ, KA ലത്തീഫ് തുടങ്ങിയവർ പ്രകടനത്തിനും പ്രതിഷേധ യോഗത്തിനും നേതൃത്വം നൽകി. ലൈവ് വാർത്ത പുനലൂർ. പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ കാടുമൂടി കിടക്കുന്ന കെട്ടിടങ്ങൾക്ക് ഒടുവിൽ ശാപമോക്ഷം. അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായാണ് കെട്ടിടങ്ങൾ നവീകരിച്ചത്. സ്റ്റേഷൻ പരിസരത്തെ 3 കെട്ടിടങ്ങളാണ് നവീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ക്വാർട്ടേഴ്സുകൾ നിർമ്മിക്കാനായി ഈ കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. എന്നാൽ പദ്ധതി വിഹിതം പര്യാപ്തമല്ലാത്തതിനാൽ കോൺക്രീറ്റിംഗ് പ്രവർത്തനങ്ങൾ നടത്തി നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. തുടർന്ന് നിരവധി തവണ പണികൾ പൂർത്തീകരിക്കാൻ അധികൃതരെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇതോടെ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ കാടുമൂടി നാശത്തിന്റെ വക്കിലായി. ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി സ്റ്റേഷൻ പരിസരത്തെ ഈ കെട്ടിടങ്ങൾ മാറുകയും ചെയ്തു. നിലവിൽ പോലീസുകാർക്കായി പത്തനാപുരം മോസ്കോ ജംഗ്ഷൻ റോഡിന് സമീപത്ത് നിർമ്മിച്ച ക്വാർട്ടേഴ്സുകളെല്ലാം തകർച്ചയുടെ വക്കിലാണ്. ഓടുപാകിയ കെട്ടിടങ്ങൾ ചോർന്നൊലിക്കുകയും കാലപ്പഴക്കത്താൽ ഭിത്തികൾ തകർന്നു കിടക്കുകയുമാണ്. ഇതിനാൽ പോലീസ് ഉദ്യോഗസ്ഥർ സമീപത്തെ സ്വകാര്യ വാടക കെട്ടിടങ്ങളിലാണ് താമസിക്കുന്നത്. നിർമ്മാണം പൂർത്തിയായ പുതിയ കെട്ടിടങ്ങൾ CI ഓഫീസിനും പോലീസുകാരുടെ താമസ സൗകര്യത്തിനുമായി എത്രയും വേഗം വിട്ടുനൽകുവാനാണ് ലക്ഷ്യം. ഇപ്പോൾ ആദ്യകാല പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് CI ഓഫീസിന്റെയും പ്രവർത്തനം. അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതി മൂലമാണ് പുതിയ കെട്ടിടത്തിലേക്ക് CI ഓഫീസ് മാറ്റുന്നത്. നവീകരിച്ച പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം വരുന്ന ആഴ്ച തന്നെ ഉണ്ടാകുമെന്നാണ് സൂചന. ലൈവ് വാർത്ത പത്തനാപുരം. പുനലൂർ ടൗൺ NSS കരയോഗത്തിലെ ആധ്യാത്മിക പഠന ക്ലാസിന്റെയും യോഗ ക്ലാസിന്റെയും വാർഷികം കരയോഗ മന്ദിരത്തിൽ നടന്നു. ചടങ്ങിൽ 100 കണക്കിന് സമുദായ പ്രവർത്തകർ പങ്കെടുത്തു. കരയോഗ മന്ദിരത്തിൽ നടന്ന വാർഷികാഘോഷം NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി G അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. കരയോഗം വൈസ് പ്രസിഡന്റ് N ചെല്ലപ്പൻപിള്ളയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ NSS ഇൻസ്പെക്ടർ S മഹേഷ് കുമാർ സമ്മാനദാനം നിർവഹിച്ചു. തത്സവിതുർവരേണ്യം 2 3 4 5 6 7 1 2 3
ശ്രീകുമാരൻ നായർ, രാജീവ് ആർ ശേഖർ, എസ് അംബികാകുമാരി, BP നായർ, അഞ്ജു മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ സമാജം, ബാലസമാജം അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ ലോട്ടറി വിൽപ്പനയുമായി രാജേഷ്. അവധിക്കാലത്ത് ലോട്ടറി വിൽപ്പനയിലൂടെ പണം കണ്ടെത്തുന്നത് പഠന ചെലവിനും കുടുംബം പുലർത്താനും ഭാഗ്യശാലികളെ തേടി രാജേഷ് തെരുവിൽ അലയുന്നു. പത്തനംതിട്ട വലഞ്ചുഴിയിൽ താമസിച്ചു വരുന്ന 14-കാരനായ രാജേഷാണ് ജീവിത പ്രാരാബ്ദം മൂലം തെരുവോരങ്ങളിൽ ലോട്ടറി വിറ്റ് കുടുംബം പുലർത്തുന്നത്. പാലക്കാട്ടെ വാടക വീട്ടിൽ താമസിച്ചു വരുന്നതിനിടെ രാജേഷിന്റെ 12ാമത്തെ വയസ്സിൽ മാതാപിതാക്കൾ വാഹനാപകടത്തിൽ മരിച്ചു. ഇതോടെ മൂത്ത സഹോദരി രഞ്ജിനിയും രാജേഷും തനിച്ചായി. ഇവരുടെ ജീവിത ദുരിതത്തിനിടയിൽ മാതാപിതാക്കളുടെ അപകടമരണവുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസിൽ നിന്നും ലഭിച്ച തുക കൊണ്ട് സഹോദരിയുടെ വിവാഹം നടത്തി. പത്തനംതിട്ട സ്വദേശിയായ കൃഷ്ണനാണ് രഞ്ജിനിയെ വിവാഹം കഴിച്ചത്. രാജേഷ് ഇതോടെ സഹോദരി ഭർത്താവിന്റെ വീട്ടിൽ താമസമായി. പക്ഷേ കൂലിവേലക്കാരനായ കൃഷ്ണന്റെ ജീവിത പ്രാരാബ്ദങ്ങൾ മനസ്സിലാക്കി രാജേഷ് പഠന ചിലവുകൾക്കും മറ്റുമായി ലോട്ടറി വിൽപ്പന ആരംഭിച്ചു. ബാലവേലയുടെ പേര് പറഞ്ഞ് ആരും ജോലി നൽകാതായതോടെയാണ് രാജേഷ് ഭാഗ്യശാലികളെ തേടി തെരുവിലിറങ്ങിയത്. അവധിക്കാലത്ത് ലോട്ടറി വിൽപ്പന നടത്തി പഠന ചിലവുകൾ കണ്ടെത്തുകയാണ് ലക്ഷ്യം. തന്നോടൊപ്പമുള്ള സഹപാഠികൾ അവധിക്കാലം ആഘോഷിക്കുമ്പോൾ രാജേഷ് ആകട്ടെ തന്റെ വിധിയെ പഴിച്ച് പഠന ചിലവുകൾക്കും ജീവിത പ്രാരാബ്ദങ്ങൾക്കും വേണ്ടി ലോട്ടറി വിൽക്കുന്നു. കുമ്പഴ വഞ്ചിപ്പടിയിലാണ് വീട്. എനിക്ക് പഠിക്കാനോ ചെലവിനായിട്ടുള്ള പൈസ 500 രൂപ കിട്ടും. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് 100 കണക്കിന് വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. കോടതിയിൽ നിന്നും അനുവാദം ലഭിക്കാത്തതാണ് വാഹനങ്ങൾ വിട്ടുകൊടുക്കുന്നതിന് തടസ്സമാകുന്നത്. വിവിധ കേസുകളിൽപ്പെട്ട വില കൂടിയ വാഹനങ്ങളടക്കം സ്റ്റേഷൻ പരിസരത്ത് കിടന്ന് നശിക്കുകയാണ്. അനധികൃതമായി മണൽ കടത്തുകയും മദ്യം കടത്തുകയും തടി കടത്തുകയും ചെയ്തിരുന്ന വാഹനങ്ങളാണ് പോലീസ് പിടികൂടി സ്റ്റേഷൻ പരിസരത്ത് സൂക്ഷിച്ചിരുന്നത്. ഇത്തരം കേസുകളിൽപ്പെട്ട വാഹനങ്ങൾ തിരിച്ചെടുക്കണമെങ്കിൽ കോടതിയിൽ നിന്ന് അനുവാദം ലഭിക്കണം. ഇക്കാര്യത്തിലുള്ള കാലതാമസമാണ് വാഹനങ്ങൾ സ്റ്റേഷൻ പരിസരത്ത് കിടന്ന് നശിക്കാൻ കാരണമാകുന്നത്. പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് കൂടുതൽ വാഹനങ്ങൾ സൂക്ഷിക്കാനുള്ള സൗകര്യമില്ല. കഴിഞ്ഞ ഒക്ടോബർ 2-ന് കാടുമൂടിക്കിടന്ന വാഹനങ്ങൾ ഒരു വശത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ കൂടുതൽ വാഹനങ്ങൾ കേസുകളിൽപ്പെട്ട ഇവിടെ എത്തും തോറും സ്ഥലപരിമിതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ചില സാങ്കേതിക കാരണങ്ങളാൽ കൂടുതൽ വാർത്തകൾ ഉൾപ്പെടുത്താൻ സാധിക്കാത്തതിൽ ഖേദിക്കുന്നു. മറ്റു വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദേവാ സ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, ശ്രീ വിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ, പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, സിറ്റാഡൽ റെസിഡൻഷ്യൽ സ്കൂൾ റാന്നി, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരതായി ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ, പരുത്തിപ്പാറ, TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാലത്ര ഫാഷൻ ജുവലേഴ്സ് പുനലൂർ, ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തൊഴിക്കോട് പുനലൂർ.